ഹായ്, എൻ്റെ പേര് ഡോക്ടർ സനേഷ്. നമ്മൾ ഈ ഒബിസിറ്റി അഥവാ അമിതവണ്ണം സീരീസിലെ അടുത്തൊരു വീഡിയോയെ പറ്റി നമുക്ക് നോക്കാം. എന്താണ് നമുക്ക് പറയാനുള്ളതെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത് ഒബിസിറ്റി അഥവാ അമിതവണ്ണം ഉണ്ടാക്കുന്ന ഹോർമോണുകളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരം പലതരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ ചില ഹോർമോൺസ് നമ്മുടെ അമിതവണ്ണത്തിന് കാരണമാകാറുണ്ട്. അപ്പോൾ അതിലുണ്ടാകുന്ന അപ്പോൾ അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇൻസുലിൻ എന്നൊരു ഹോർമോൺ നമ്മുടെ ബോഡിയിലെ പാൻക്രിയാസ് ഗ്രന്ഥി ഉണ്ടാക്കാറുണ്ട്. ഈ ഒരു ഹോർമോൺ നമുക്ക് അമിതവണ്ണം ഉണ്ടാകുന്നതിൽ ഒരു മേജർ ഫാക്ടറായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ ഇൻസുലിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ, അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഒരു ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്, ഒരു കൃത്യമായ അളവിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അത് ഇൻസുലിൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ, രക്തത്തിലെ പഞ്ചസാരയെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് വണ്ണത്തിന് കാരണമാകും. അതേപോലെ തന്നെ കുറേ അധികമായി കഴിഞ്ഞാൽ ഇൻസുലിൻ നല്ലപോലെ പ്രവർത്തിക്കാതെ വരികയും അപ്പോൾ അതിൽ നിന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവുകയും ചെയ്യും. പല തരത്തിലുള്ള ഡയബറ്റീസ്, പ്രമേഹം, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അമിതമായ ഇൻസുലിൻ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതും വണ്ണം കൂടുന്നതിന്, അമിതവണ്ണത്തിന് ഒരു കാരണമായി തീരാറുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു ഹോർമോണാണ് ഗേർലിൻ എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഇതൊരു ഹങ്കർ ഹോർമോണാണ്. അതായത് നമുക്ക് ആഹാരം കുറേ നേരം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് വിശപ്പ് ഉണ്ടാക്കുകയും അധികമായ വിശപ്പ് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ കൂടുതലുള്ള ആൾക്കാർക്ക് അമിതമായ വിശപ്പ് കൂടുകയും അവർക്ക് അതുമൂലം കൂടുതൽ ആഹാരം കഴിക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഗേർലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് നമ്മുടെ വണ്ണം കൂട്ടുന്നതിനൊരു കാരണമാകാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ലെപ്റ്റിൻ. അപ്പോൾ ഇത് നമ്മുടെ ഫാറ്റ് സെൽസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ആഹാരം കഴിച്ച് നമ്മൾ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി കഴിക്കേണ്ട ഒരു സറ്റൈറ്റി എന്ന് പറയും, അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലെപ്റ്റിൻ്റെ പ്രധാനപ്പെട്ടമായ ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഈ ലെപ്റ്റിൻ അത് ബ്രെയിനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെപ്റ്റിൻ ഉണ്ടായിട്ട് നമ്മുടെ ബോഡിയിലെ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പോയി പ്രവർത്തിക്കുകയും അപ്പോൾ നമുക്ക് വിശപ്പ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. പക്ഷേ ചില ആൾക്കാരിൽ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്. അതായത് ലെപ്റ്റിൻ ആവശ്യത്തിന് ഉണ്ടായാൽ പോലും അതിന് ഒരു പ്രോപ്പറായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് വിശപ്പ് പിന്നെയും വിശക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ബ്രെയിനിന് ഒരു സെറ്റൈറ്റി ഫീലിംഗ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലെപ്റ്റിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ അത് നമുക്ക് കൂടുതലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് അമിതവണ്ണത്തിന് കാരണമാകും. പിന്നെ നാലാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺ, കോർട്ടിസോൾ എന്ന് പറയും. അതായത് ഒരു സ്ട്രെസ് ഹോർമോണാണ്. നമ്മൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ഒരു ആധുനിക ജീവിതത്തിൽ നമ്മുടെ വർക്കിലായാലും നമ്മുടെ സോഷ്യൽ ലൈഫിലായാലും നമുക്ക് വളരെയധികം സ്ട്രെസ്സ് ഉണ്ടാവാറുണ്ട്. ഈ സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് റെസ്പോൺസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ അല്ലെങ്കിൽ കോർട്ടിസോൾ, അങ്ങനെയൊക്കെയുള്ള പറയുന്ന ഹോർമോൺസ് ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഈ വണ്ണം കൂടുന്നതിന് കാരണമാകും. അപ്പോൾ അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തും, നമ്മുടെ മെറ്റബോളിക് റേറ്റിനെ എല്ലാം ബാധിക്കും. അപ്പോൾ ഈ കോർട്ടിസോളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അമിതവണ്ണത്തിന് കാരണമാകും. അപ്പോൾ കണ്ടിന്യൂസ്ലി കോർട്ടിസോൾ കൂടി നിൽക്കുന്ന ഒരു ഹൈപ്പർ കോർട്ടിസോളിസം, അതായത് ഹൈ കോർട്ടിസോൾ എപ്പോഴും ഉള്ള ഒരു ഹൈപ്പർ സ്ട്രെസ് സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ആ സ്ട്രെസ് മാറാനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയും ആ ഒരു ഫുഡ് ഒരു പ്ലഷർ ഈറ്റിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വിശന്നിട്ടല്ല, നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ആ ഒരു സ്ട്രെസ് ലെവൽ കുറയ്ക്കും. അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് തന്നെ അത് വിശപ്പ് കൂട്ടുകയും അങ്ങനെ നമുക്ക് വണ്ണം കൂടാനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ 3-4 ഹോർമോണുകളാണ് നമ്മുടെ ബോഡിയിൽ അമിതമായ വണ്ണം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ അങ്ങനെ അമിതമായ ഹോർമോണുകൾ ഈ ഹോർമോണുകളുടെ പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുകയും ജനറ്റിക്കലി അത് വരാൻ സാധ്യതയുള്ള ഒരാൾക്ക് ഒരു റൈറ്റ് എൻവയോൺമെൻറ്റ് വന്നു കഴിഞ്ഞാൽ വണ്ണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹോർമോണുകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം, അതിനുവേണ്ടി നമുക്ക് ആഹാരത്തിലും ജീവിത രീതിയിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇതിനൊക്കെയുള്ള മെഡിസിൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.